ഖുഷാംദീദ് ബച്ചു, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാവൻ ആയ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. നോക്കാം. ബച്ചു നസ്മ് സാവൻ ആയ ഹം സബ് മിൽക്കർ ഗായി. എന്താ പറഞ്ഞത്? കൂട്ടുകാരെ, സാവൻ ആയ എന്ന പദ്യം അല്ലെങ്കിൽ കവിത നമ്മൾ എന്ത് ചെയ്യുക? ഹം സബ് മിൽക്കർ ഗായി, എല്ലാവർക്കും ഒരുമിച്ച് പാടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതോ ഇസ് നസ്മ് കോ മുഖ്തലിഫ് തൊർസ് മേ പേഷ് കരെ. എന്താ പറഞ്ഞത്? ഈ പദ്യം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ പാഠഭാഗം ഒരുമിച്ച് പാടാനും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ ആലപിക്കാനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പാഠഭാഗം ഒന്ന് വായിക്കണം അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കുമല്ലോ താഴെ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ കവിത ഒന്ന് വായിക്കുകയല്ല, ചെറുതായിട്ടൊന്ന് പാടി നോക്കാം അല്ലേ? ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ ഓരോരുത്തർ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ പാടാം. നോക്കാം. സാവൻ ആയ ബാദൽ ആയ ബാരിഷ് ലായ, സാരെ खेत पड़े ते सूखे सब खेतों की पलटी काया, मेरे रब की कुदरत देखो सब्जा चारों ओर उगाया, बैठ के कोयल ने गुलशन में कू शोर मचाया, मोर भी सारे नाच रहे हैं कुमरी ने एक गीत सुनाया, जल तल वादी है अब कैसा समा सुहाना आया, टंडे टंडे जूंगे आए काला काला बादल छाया, सावन ने दुख दूर किए हैं गर्मी ने ता खूब सिताയ. അല്ലേ? അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ചൊല്ലി നോക്കിയതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അടുത്തത് ബച്ചു നസ്മ് സാവനായ പഠിഹേന. നമ്മൾ സാവനായ എന്നുള്ള കവിത പഠിച്ചില്ലേ അല്ലെങ്കിൽ വായിച്ചില്ലേ? വായിച്ചു അല്ലേ? ഇനി ഇസ്മേ ചന്ദ് പരിന്തോ കെ നാം ആയേ ഹേ ചുൻകർ ലിഖേ. ഇതിൽ കുറച്ച് പക്ഷികളുടെ പേര് വന്നിട്ടുണ്ട്, അവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ വായിച്ച സമയത്ത് ഒരു 3 പക്ഷികളോളം വന്നിട്ടുണ്ട് അല്ലേ? 3 പക്ഷികളുടെ പേര് വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവിടെ നോക്കൂ, ഈ ഭാഗത്തായിട്ട് ഇവിടെ കോയൽ കണ്ടോ? കോയൽ ഒരു പരിന്തയാണ്. ഇവിടെ മോർ, അതുപോലെ കുമ്രി, ഇതൊരു തരം പ്രാവാണ്. അപ്പോൾ ഇത് 3 ഇതിൽ വന്നിട്ടുള്ള പക്ഷികളുടെ പേരാണ്. അപ്പോൾ കോയൽ, മോർ, കുമ്രി, ഇതാണ് ഇതിൽ വന്നിട്ടുള്ള പരിന്തകളുടെ പേര്. നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതൊക്കെയാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത സർഗർമ്മി എന്താണ്? അടുത്തത് പറഞ്ഞത് ഈ നസ്മ് ഔർ സേ പഠേ ഇസ്മേ ചന്ദ് ഹമാവാസ് അൽഫാസ് ആയേ ഹേ ചുൻകർ ലിഖേ. താഴെ വീണ്ടും സാവനായ എന്നുള്ള കവിത തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഇതിലെ ഹമാവാസ് അൽഫാസ്, സാവനായ അതേ വരികളല്ല കേട്ടോ, സാവനായെന്ന് തുടക്കത്തിലേ ഉള്ളൂ, ബാക്കി ഈ കവിത വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹമാവാസ് അൽഫാസ് തിരഞ്ഞെടുത്ത് എഴുതണം. നമുക്ക് ആദ്യം ഇതൊന്ന് ചൊല്ലി നോക്കാം. സാവൻ ആയ ഖുഷിയാ ലായ, हम भी झूमे नाचे गाए इस मौसम में लुत्फ़ उठाए, सर्द हवाएं काली गठाए मौसम की है मस्त अदाए, चाहत के रंग नराले मेरे सब है देखे बाले. അപ്പോൾ ഇതിലെ ഹമാവാസ് അൽഫാസുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഏതൊക്കെയാണ് ഹമാവാസ് അൽഫാസുകൾ? ജസ്റ്റ് റൗണ്ട് ചെയ്ത് പോവാട്ടോ, ബാക്കി നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. ആയ, ലായ, ഇതൊരു ജോഡിയാണ്. ആയ, ലായ. പിന്നെയോ കുറച്ചെണ്ണം എഴുതുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണേ. ഉഠായി, അതുപോലെ തന്നെ ഗഠായി അല്ലേ? ഇത് രണ്ടും എഴുതാം. അതേപോലെ തന്നെ നരാലെ, ബാലെ, പിന്നെ മസ്ത്, ചാഹത്ത്, കണ്ടില്ലേ? അതേപോലെ ഇവിടത്തെ ഈ ഗായി, അതായി, പിന്നെയുണ്ട് അല്ലേ? നാച്ചി, ജൂമി. അപ്പോൾ ഇതൊക്കെ എന്താ? ഹമാവാസ് അൽഫാസുകളാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം എടുത്ത് എഴുതുക. നിങ്ങൾക്ക് എഴുതാൻ അറിയുമല്ലോ. നമ്മളിവിടെ വരച്ച് അങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എഴുതുക. ഇതാണ് അടുത്ത പ്രവർത്തനം. ഇതിൽ
4 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ 4 ചിത്രങ്ങളുടെയും പേര് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. നോക്കൂ, തസ്വീർ ദേഖേ മൗസമോ കെ നാം ചുൻകർ ജുംലെ തയ്യാർ കീജിയെ. വെറും ചിത്രങ്ങളല്ല, ഇത് ഓരോന്നും ഓരോ കാലങ്ങൾ, ഓരോ ഋതുക്കളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അവയുടെ പേര് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയും ഒപ്പം തന്നെ ജുംല തയ്യാറാക്കുകയും വേണം. നോക്കൂ, ഇത് ഏത് കാലമാണ്? ഇത് നമുക്കറിയാം, ഈ വിണ്ട് കീറി ആ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വേനൽക്കാലം, വരൾച്ചയൊക്കെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ഇതെന്താ, ഇവിടെയൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞു കിടക്കുന്ന ആ ഒരു കാലമാണ്, അഥവാ ഇതെന്താണ്, ശരത്കാലം എന്ന് നമുക്ക് പറയാം. അടുത്തത് ഇതെന്താണ്, ഇത് നമ്മളെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാലം അഥവാ വസന്തകാലം. ഇത് മഴക്കാലം അഥവാ വർഷകാലം. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഋതുക്കളാണ് ഇന്ത്യയിലുള്ളത്. നമ്മൾ 6 ഋതുക്കളാണ് ഇന്ത്യയിലുള്ളതായിട്ട് കണക്കാക്കുന്നതല്ല, അങ്ങനെയാണ് കേട്ടോ. ഒന്ന് വസന്തമാണ്, പിന്നെ ഒന്ന് ഗ്രീഷ്മമാണ്. ഈ വസന്തം എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ വിരിയുന്ന ആ ഒരു കാലം, അഥവാ നമ്മുടെ ഓണമൊക്കെ വരുന്ന, ഓണമല്ല വിഷു വരുന്ന കാലമില്ലേ, കണിക്കൊന്നയൊക്കെ പൂക്കുന്ന ആ ഒരു കാലം. ഓക്കെ, ഇനി അടുത്തത് ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, നല്ല ചൂടുള്ള ഒരു മെയ് അല്ലേ, ആ മെയ് മുതലുള്ള ആ ഒരു കാലം ഉണ്ടല്ലോ. അടുത്തത് വർഷകാലം. വർഷകാലം എന്ന് പറഞ്ഞാൽ മഴക്കാലം. അടുത്തത് ശരത്കാലമാണ്, ശരത്കാലം. അടുത്തത് ഹേമന്തം. ഹേമന്തം എന്ന് പറഞ്ഞാൽ എന്താ, ശരത്കാലം ഹേമന്തം ഒക്കെ ശരിക്കും ഇതിലൊക്കെ തണുപ്പും കാറ്റും ഒക്കെ കൂടെ, മഞ്ഞും ഒക്കെ കൂടെ വരുന്ന കാലങ്ങളാണ് കേട്ടോ. ഇത് മൂന്നും വരുന്നത് ശിശിരത്തിൽ മരം കോച്ചുന്ന തണുപ്പാണ് പറയുക അല്ലേ, നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ ഹേമന്തകാലം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്തിൻ്റെ തുടക്കം അഥവാ ഇപ്പോഴത്തെ കാലം. ഇപ്പോഴൊക്കെ കണ്ടില്ലേ, ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും, എന്നാൽ ഓവർ മഞ്ഞില്ല, എന്നാൽ അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ശരത്കാലം, ഹേമന്തം, ശിശിരം, ഇങ്ങനെ 6 ഋതുക്കളാണ് ഇന്ത്യയിൽ ശരിക്കും ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പേരൊന്ന് എടുത്തെഴുതാം. ഇതേതാണ്? ഇത് നമ്മൾ പറഞ്ഞു വേനൽക്കാലമാണ് അഥവാ ഗർമിയാണ് കേട്ടോ. ഇതേതാണ് കാലം? ഗർമി, ഗർമി കാ മൗസം. ഇത് ഗർമി കാ മൗസമാണ്. ഇത് ഹിസ കാ മൗസമാണ്, അഥവാ ഹിസ എന്ന് പറഞ്ഞാൽ എന്താ, ശരത്കാലം, ഹിസ കാ മൗസം. അടുത്തത് ഇത് ബഹാർ. ബഹാർ എന്ന് പറഞ്ഞാൽ വസന്തകാലം, ബഹാർ കാ മൗസം. ഇതോ ബർസാത്ത് കാ മൗസം, ബർസാത്ത് കാ മൗസം. അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിൽ ഹേമന്തം, ശിശിരം, ഇതിനെ നമ്മൾ എന്താ പറയുക? ഈ ശിശിരം എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസൺ അഥവാ സർദി കാ മൗസം, സർദി കാ മൗസം എന്നാണ് പറയുക ഉറുദുവിൽ. അതേപോലെ ഹേമന്തം എന്ന് പറഞ്ഞാൽ മൗസമേ സർമ എന്നാ പറയുക, അല്ലെങ്കിൽ മൗസമേ സർമ കാ പഹല എന്ന് വെച്ചാൽ ഈ സർദി കാ മൗസത്തിന് തന്നെ നമ്മൾ മൗസമേ സർമ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതെന്താണ്, മൗസമേ സർമേ കാ പഹല കാൽ എന്നും പറയാം കേട്ടോ, പഹല ഹേമന്തം. ഹേമന്തത്തിന് നമുക്ക് എന്താ എഴുതാം? മൗസമേ സർമേ കാ ഇത്രയും പറയാം. എന്ന് വെച്ചാൽ പ്രീ വിൻ്റർ സീസൺ. എന്താണ്? പ്രീ വിൻ്റർ സീസൺ ആണ് ഈ ഹേമന്തം. അപ്പോൾ ഈ കാലങ്ങളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്ന് വസന്തകാലം അഥവാ ബഹാർ, ഗ്രീഷ്മം, ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ ഗർമിയാണ്, വർഷം എന്ന് പറഞ്ഞാൽ ബർസാത്ത് കാ മൗസം, ശരത്ത് ഹിസാം കാ മൗസം, ഹേമന്തം, ഹേമന്തം എന്ന് പറഞ്ഞാൽ മൗസമേ സർമേ കാ പഹല കേട്ടോ, മൗസമേ സർമേ കാ പഹല. അടുത്തത് ശിശിരം എന്ന് പറയുന്നത് സർദി കാ മൗസം, അഥവാ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൗസമേ സർമ എന്നും പറയാം. ഇനി ഇതിൽ ജുംല തയ്യാറാക്കാം. നോക്കൂ, ഇനി ആ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുംല തയ്യാറാക്കലാണ് നമ്മൾ. ഇത് ചെയ്തില്ലേ, നോക്കുക. ഡാഷ് കെ മൗസം മേ ഫൂൽ ജ്യാദാ ഖിൽത്തേ ഹെ. എന്താ പറഞ്ഞത്? ഏതോ അല്ലേ, ഏത് കാലമാണെന്ന് അറിയില്ല, അത് നമ്മളിവിടെ എഴുതണം. ഡാഷ് കെ മൗസം മേ, ഈ കാലത്ത് പൂക്കൾ ധാരാളം പുഷ്പിക്കുന്നു അല്ലെങ്കിൽ വിരിയുന്നു. ഏത് കാലത്താണ്? നമുക്കറിയാം, ഏതാ? വസന്തകാലമാണ്. അടുത്തത് ഡാഷ് കെ മൗസം മേ കേത്ത് സൂഖ് ജാത്തേ ഹെ.
ഉണങ്ങിപ്പോകുന്നു എന്ന്. വയലുകൾ ഉണങ്ങുന്ന കാലം നമ്മുടെ കവിതയിലുണ്ടായിരുന്നു. ഏതാണ്? വേനൽക്കാലം. ഡാഷ് കെ മൗസമേ ബാരിഷ് ഹോത്തി ഹെ. മഴ വരുന്ന കാലം ഏതാ? ബർസാത്താണ്. ഡാഷ് കെ മൗസമേ പേഡ് സെ പത്തേ ഗിർത്തേ ഹെ. ഈ കാലത്ത് മരങ്ങളിൽ നിന്ന് ഇലകളൊക്കെ താഴേക്ക് വീഴുന്നു പൊഴിയുന്നു. അപ്പോൾ നമുക്ക് എഴുതാലോ. ഇതെന്താ? ബഹാർ അല്ലേ? ബഹാർ കെ മൗസം ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് ഗർമി കെ മൗസമാണ് അടുത്തത് ഇതെന്താണ്? ബർസാത്ത്. ഇനി അടുത്തത് ഇതെന്താ? ഹിസ. അപ്പോൾ നമുക്കിത് അറിയാം അല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ. बच्चों नीचे दिए गए जुमले और से पढ़िए और आपके पसंदीदा मौसम के बारे में चंद जुमले लिखिए. എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികളെ, താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ ശ്രദ്ധയോടെ വായിക്കൂ. എന്നിട്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സീസണെക്കുറിച്ച് എന്ത് ചെയ്യുക? കുറച്ച് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മൗസത്തിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്? ഹിസാക്കെ മൗസം അഥവാ നമ്മുടെ ശരത്കാലത്തിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിഷ്ടപ്പെട്ട വേറെ മൗസത്തിനെ കുറിച്ച് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. ഹിസാക്കെ മൗസം മേ പേട് കെ പത്തി ഗിർ ജാത്തേ ഹെ. എന്താ പറഞ്ഞത്? ശരത്കാലത്ത് നമ്മുടെ മരങ്ങളിൽ നിന്നുള്ള ഇലകളൊക്കെ വീഴുന്നു അല്ലെങ്കിൽ താഴേക്ക് വീഴുന്നു അല്ലേ? പൊഴിയുന്നു. അടുത്തതോ ഹിസാക്കെ മൗസമേ ബാओं की खूबसूरती कम होती है. ഈ ഹിസാക്കെ മൗസത്തിൽ പൂന്തോട്ടങ്ങളുടെ അല്ലെങ്കിൽ തോട്ടങ്ങളുടെയൊക്കെ ഭംഗി കുറഞ്ഞു പോകുന്നു. ശരിയല്ലേ? പൂക്കളും ഇലകളും ഒക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ പൂന്തോട്ടങ്ങളൊക്കെ കാണാനും ചെടികളെ കാണാനും ഒക്കെ കുറച്ച് ഭംഗി കുറവായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. കം ഹോത്തി ഹെ, കുറവാണ്. ഹസാക്കെ മൗസമേ ദിൻ ഛോട്ടെ ഔർ രാത്ത് ലംബി ഹോത്തി ഹെ. പിന്നെ ഈ ശരത്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ദിവസം ചെറുത്, ദിവസം കുറവും രാത്രി നീളമുള്ളതും ആയിരിക്കും അല്ലേ? നല്ല പെട്ടെന്ന് തന്നെ ഇരുട്ടാവില്ലേ? പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അറിയില്ലേ, ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് ഇരുട്ടാവും. അതുപോലെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? വെളിച്ചം വരിക. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തത് ഹിസാക്കെ ബാദ് സർദി കാ മൗസം ആത്താ ഹെ. ഈ ഹിസ അല്ലേ, ഈ ശരത്കാലത്തിന് ശേഷം തണുപ്പ് കാലമാണ് വരുന്നത് എന്ന്. അഥവാ നമുക്കിങ്ങനെയും പറയാം, തണുപ്പ് കാലത്തിൻ്റെ തുടക്കകാലം അഥവാ ഹേമന്തവും ശിശിരവും ഒക്കെ തണുപ്പ് കാലത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഹിസ നമ്മുടെ ശരത്കാലത്തിന് ശേഷം വിൻ്റർ സീസണാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട മൗസത്തിനെ കുറിച്ച് ഇതുപോലെ എഴുതാം. നമുക്ക് എന്തായാലും 1-2 കുറിച്ച് എഴുതി നോക്കാം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ ഇഷ്ടം. ചിലർക്ക് ഗർമി ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് ബഹാർ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ബർസാത്ത് ആയിരിക്കും ഇഷ്ടം. നമുക്ക് എന്തായാലും അവയെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഇതിലാദ്യം നമ്മൾ ബർസാത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബർസാത്ത് കെ മൗസം അഥവാ മഴക്കാലം. ബർസാത്ത് കെ മൗസം മേ ബാരിഷ് ഹോത്തി ഹെ. മഴക്കാലത്ത് മഴ ഉണ്ടാകുന്നു അല്ലേ? മൺസൂൺ സീസണിലാണ് മഴയുണ്ടാകുന്നത്. ഇസ് മൗസം മേ ചാറോ തരഫ് ഹരിയാലി ഛാ ജാത്തി ഹെ. ഈ കാലത്ത് 4 പാടും അല്ലെങ്കിൽ ചുറ്റുപാടും എന്ത് ചെയ്യുന്നുണ്ട്? പച്ചപ്പ് വ്യാപിക്കുന്നു. പിന്നെ നദി, നാലെ ഓർ കുൻവേ കാ പാനി ബഡ്തേ ഹെ. ഇതിലെന്ത് സംഭവിക്കുന്നു? നദി, അതുപോലെ തന്നെ തോടുകൾ, അതുപോലെ തന്നെ കിണറുകൾ, ഇതിലെല്ലാം വെള്ളം വർദ്ധിക്കുന്നു. അടുത്തതോ ബർസാത്ത് കെ ബാദ് ഹിസാ കാ മൗസം ആത്താ ഹെ. മഴക്കാലത്തിന് ശേഷം അഥവാ വർഷകാലത്തിന് ശേഷം നമ്മുടെ ശരത്കാലമാണ് വരുന്നത്. അപ്പോൾ മഴക്കാലത്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതിയത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇത് ഗർമി കെ മൗസം അഥവാ നമ്മുടെ ഗ്രീഷ്മകാലം അഥവാ വേനൽക്കാലം. ഗർമി കെ മൗസം മേ പേട് പൗദേ സൂഖ് ജാത്തേ ഹെ. ഇതിലെന്താ എഴുതിയത്? ഗർമി കെ മൗസത്തിൽ അഥവാ വേനൽക്കാലത്ത് പേട് പൗദേ ചെടികളും മരങ്ങളും ഒക്കെ ഉണങ്ങുന്നു. സൂഖ് ജാത്തേ ഹെ. അതുപോലെ തന്നെ ഗർമി കെ മൗസം മേ കേത്ത് സൂഖ് ജാത്തേ ഹെ. വയലുകൾ ഉണങ്ങുന്നു. അതുപോലെ തന്നെ വറ്റി വരളുന്നു അർത്ഥം കേട്ടോ. അടുത്തത് ഇസ് മൗസം മേ ദിൻ രാത് കെ മുഖാബലെ മേ ജ്യാദാ തൊവീൽ ഹോത്തി ഹെ. ഈ കാലഘട്ടത്ത് ദിവസം രാത്രിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നീളമുള്ളതായിരിക്കും എന്ന്.
അഥവാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹിസാൽ പറഞ്ഞു, അതിൽ പറഞ്ഞു രാത്രി കൂടുതലും പകൽ കുറവുമാണെന്നാണ് പറഞ്ഞത്. അതേസമയം വേനൽക്കാലത്ത് പകൽ കൂടുതലും രാത്രി കുറവുമായിരിക്കും. ഓക്കെ. ഗർമി കെ മൗസം മേ ഗർമി കി ഷിദ്ദത്ത് ഹോത്തി ഹെ. നമുക്കറിയാലോ വേനൽക്കാലത്ത് ചൂട്, കഠിനമായ ചൂടിൻ്റെ കാഠിന്യം അനുഭവപ്പെടുന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത ഒരെണ്ണത്തിനെ കുറിച്ച് നോക്കാം. ഇത് ബഹാർ കെ മൗസത്തിനെ കുറിച്ചാണ്, അഥവാ നമ്മുടെ വസന്തകാലം. ഓക്കെ. ബഹാർ കെ മൗസം മേ പൂൽ ജ്യാദാ കിൽത്തേ ഹെ. വസന്തകാലത്ത് പൂക്കൾ ജ്യാദ എന്ന് വെച്ചാൽ അധികം പുഷ്പിക്കുന്നു, പൂക്കൾ കൂടുതലായിട്ട് പുഷ്പിക്കുന്നു അല്ലെങ്കിൽ വിരിയുന്നു. ബഹാർ കെ മൗസം മേ ബാओं की खूबसूरती बढ़ती है. ഈ വസന്തകാലത്ത് തോട്ടങ്ങളുടെയൊക്കെ ഭംഗി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു അല്ലേ? എല്ലാ ചെടികളും പുഷ്പിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ലേ? അടുത്തത് ഇസ് മൗസം മേ ജ്യാദാ ഗരം യാ ജ്യാദാ സർദ് നെഹി ഹോത്തി ഹെ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെയാണ് കേട്ടോ കുത്തു വരേണ്ടത്, താഴെയല്ല മേലെയാണ് കുത്തു വരേണ്ടത്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ചൂടോ അതുപോലെ തന്നെ അധികം തണുപ്പോ അനുഭവപ്പെടുന്നില്ല ഈ കാലഘട്ടത്ത്. ഓക്കെ. അടുത്തത് ബഹാർ കെ മൗസം മേ ബഹാർ കെ മൗസം സർദി കെ മൗസം കെ ബാദ് ആത്താ ഹെ. ഈ ബഹാർ അഥവാ വസന്തകാലം നമ്മുടെ വിൻ്റർ സീസണിന് ശേഷമാണ് വരുന്നത്. ശിശിരകാലത്തിന് ശേഷമാണ് എന്ത് വരിക? വസന്തകാലം വരുന്നത്. അപ്പോൾ ഈ കാലങ്ങൾ ഓർമ്മിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഈ കാലങ്ങൾ പറഞ്ഞില്ലേ, വസന്തം, അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം എഴുതട്ടെ. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്കാലം, ഹേമന്തകാലം, അതേപോലെ തന്നെ ശിശിരകാലം. അപ്പോൾ ഇതൊന്ന് ഓർമ്മിക്കാൻ, ഏതിന് ശേഷമാണെന്ന് ഓർമ്മിക്കാൻ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ്, വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഇതിലെങ്ങനെയാണ് പറയുന്നത്? വസന്തകാലത്ത് ജനിച്ച ഗ്രീഷ്മയും വർഷകാലത്ത് ജനിച്ച ശരത്തും സീമന്തം കഴിച്ചത് ശിശിരത്തിൽ. ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു വരി നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിന് ശേഷമാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതേപോലെ വസന്തകാലത്തിൻ്റെ കാര്യം ആലോചിച്ച് വയ്ക്കുക. ഏകദേശം ഒരു മിഡ് മാർച്ച് മുതൽ, മാർച്ച് പകുതി മുതൽ മെയ് ഇങ്ങനെ ഓർത്താൽ മതി. എന്ന് വെച്ചാൽ മാർച്ച് പകുതി, അതുപോലെ തന്നെ മെയ് പകുതി, ഇത് ഏകദേശം ഒരു 2 മാസമാണ് ബാക്കിയെല്ലാം. അങ്ങനെ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിത് ഏത് കാലത്താണെന്നും ഒന്നിന് ശേഷം അടുത്തത് ഏതാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതിൽ ദീഗർ സർഗർമിയായിട്ട് വന്നിട്ടുള്ളത് ബർസാത്ത് കെ ബാരെ മേ കൈ നസ്മേ ഹെ ഗോഷ മുത്താലിയ കി മദദ് സെ ഐസി നസമേ ജമ കർക്കെ തറന്നം കെ സാത്ത് പേഷ് കരേ. എന്താ പറഞ്ഞത്? ബർസാത്തിനെ കുറിച്ച് ഒരുപാട് കവിതകളുണ്ട്. അങ്ങനെയുള്ള കവിതകളൊക്കെ ശേഖരിക്കുക, അത് രീതിയിൽ ആലപിക്കുക. ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.